ഞാൻ 2020 എൻ്റെ പേര് ബീന. സ്ഥലം മണിയംകുളം. ഞാൻ 2024 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ബ്രദറിനെ എനിക്ക് ഇങ്ങനെ വിളിക്കാൻ സാധിച്ചത്. അന്ന് ബ്രദർ 28 ദിവസത്തെ ഒരു നിയോഗ പ്രാർത്ഥന എനിക്ക് തന്നിരുന്നു. ആ പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ ചൊല്ലി. അത് കഴിഞ്ഞ് എനിക്ക് പിന്നീട് ഒരു വചന ജപമാല തന്നു. അതും ഞാൻ മുടങ്ങാതെ ഇന്ന് വരെ ചെല്ലുന്നുണ്ട്. പിന്നീട് പിന്നെ മക്കളുടെ വിവാഹത്തിന് വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഇട്ടിരുന്നു. ആ പ്രാർത്ഥന ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുവഴി എനിക്ക് ഈ പ്രാർത്ഥനയുടെ ബ്രദർ തന്ന ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് എൻ്റെ 2 മക്കൾ സൗദിയിലോട്ട് പോയിരുന്നു. അവിടെ ചെന്ന് എക്സാം എഴുതിയില്ലായിരുന്നു. അവിടെ ചെന്ന് അവർക്ക് ഒരാൾ 2ാം പ്രാവശ്യം എഴുതിയപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ബ്രദറിനോട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ബ്രദർ ഒരു പ്രാർത്ഥന തന്നു, ഒരു വചനം തന്നു. ആ വചനത്തിലൂടെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 പേരും എക്സാം നല്ല മാർക്കോടെ പാസ്സായി. അതുപോലെ ബാങ്ക് ലോണ് ജപ്തിയായി കിടക്കുമായിരുന്നു. എഡ്യൂക്കേഷൻ ലോണായിരുന്നു. അത് വീട്ടാൻ പറ്റി. പിന്നീട് ഞങ്ങളൊരു വാഹനം ഇല്ലാതെ ഒത്തിരി വിഷമിച്ചപ്പം പഴയൊരു വാഹനം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പം പുതിയത് മേടിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ മകൾക്ക് കല്യാണം 1 മാസത്തെ ലീവിന് ഇവിടെ വന്ന് നിന്ന് ഒത്തിരി മാട്രിമോണി കൊടുത്ത് ഒത്തിരി ആലോചനകൾ വന്നു. ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടാതെ ഇരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു രൂപമില്ലായിരുന്നു ഞങ്ങൾക്ക്. ആകെ ഞങ്ങൾ തകർന്നു പോയി. ആ സമയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവസാന നിമിഷം ദൈവം പ്രവർത്തിക്കുമെന്നുള്ളൊരു. ഓരോ രാത്രി ഉറങ്ങാതെ കിടക്കുമ്പോഴും ഇങ്ങനെ ഒരു പ്രാർത്ഥന, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടക്കും. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ അങ്ങനെ ഒരു മന്ത്രം പറയും പോലെ എനിക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവസാന നിമിഷം ദൈവം പ്രവർത്തിക്കുന്നു. അതുപോലെ പോകുന്നതിൻ്റെ അന്ന് 1 മണിയായപ്പം തൃശ്ശൂരുള്ള ഒരു പയ്യൻ്റെ ആലോചന വന്നു. അത് ആ 2 പേർക്കും ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണെങ്കിലും അത് ഉറപ്പിച്ചു. അപ്പം മെയ് 9-ാം തീയതി അത് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതെല്ലാം എനിക്ക് കിട്ടിയത് ഈ ബ്രദർ തന്ന പ്രാർത്ഥനയുടെ ഫലവും പിന്നെ ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രദർ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മ മാതാവും തന്ന അനുഗ്രഹമാണ് ഇതെല്ലാം. എനിക്കിത് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് ഒത്തിരി വൈകിപ്പോയി. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുവാണ്. പിന്നെ എനിക്കറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ്, ഇങ്ങനെ ആണോ ചെയ്യുന്നത്, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് താമസിച്ചു പോയത്, വൈകിപ്പോയി. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈശോയോടും മാതാവിനോടും ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം ബ്രദറിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ കുടുംബത്തിന് ഇത്രയൊരു വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയത്. ഇനിയുള്ള കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഞാൻ കൊടുത്തുകൊണ്ട് ഞാനിത് സമർപ്പിക്കുന്നത്. അപ്പം ഇപ്പോൾ 2 സാക്ഷ്യം ബ്രദർ ഇട്ട് തന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാത്തിനും ഒത്തിരി നന്ദി. എൻ്റെ കുടുംബത്തിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചു. എനിക്ക് തന്ന പ്രാർത്ഥനയ്ക്കും ഒത്തിരിയേറെ നന്ദി. താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു.